വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി കേരളത്തിലെ 3 മുന്നണികളും തന്ത്രപരമായ കരുനീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകിയ ആത്മവിശ്വാസം ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിനെ UDF-ൽ എത്തിക്കാനുള്ള നീക്കത്തിനാണ് വേഗത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് ഒന്നാകെയോ അതല്ലെങ്കിൽ ആ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ പിളർത്തിയോ ഒപ്പം നിർത്താനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നത്. VD സതീശന്റെയും കോൺഗ്രസിന്റെയും നീക്കങ്ങൾക്ക് UDF-ലേക്ക് ഒരു കാരണവശാലും ഇല്ലെന്ന നിലപാടിലാണ് ജോസ് കെ മാണി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് UDF-ന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. CPI-യെ ലക്ഷ്യമിട്ടും ചില നീക്കങ്ങൾ UDF നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി CPI നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ചില പ്രധാന നേതാക്കളെയും UDF നേതൃത്വം സമീപിച്ചതായാണ് ലഭിക്കുന്ന സൂചന. നിലവിൽ UDF-ലെ ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗ് ഒഴികെ മറ്റു പാർട്ടികൾക്ക് കാര്യമായ അടിത്തറയില്ലാത്തതും ജനസ്വാധീനമുള്ള നേതാക്കളുടെ അഭാവവും നികത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരം നീക്കങ്ങൾക്ക് UDF നേതൃത്വം നൽകുന്നത്. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗും മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസും ഉണ്ടാവണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യം. അതല്ലെങ്കിൽ ഭരണം പിടിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവും UDF നേതൃത്വത്തിനുണ്ട്. ഇതോടൊപ്പം CPI-യിലെ ഒരു വിഭാഗത്തെ കൂടി കിട്ടിയാൽ 100 മുതൽ 120 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് അവകാശവാദം. എന്നാൽ UDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പണ്ടൊരിക്കൽ മുന്നണിയിൽ നിന്ന് അപമാനിച്ച് പുറത്തുവിട്ടതിലുള്ള രോക്ഷം കോൺഗ്രസിനോട് മാണി കോൺഗ്രസിനുണ്ട്. UDF-ൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ കരുത്തിലാണ് മാണി കോൺഗ്രസ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ UDF-ലേക്ക് വരാനുള്ള സാധ്യതകൾ വിരളമാണ്. CPI-യുടെ കാര്യവും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. CPM-മായി ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന രാഷ്ട്രീയമല്ല അവരുടേത്. നിലവിൽ UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കാര്യമായ സ്വാധീനമില്ലെന്ന തിരിച്ചറിവിലാണ് ജോസ് വിഭാഗത്തെ ലക്ഷ്യമിടുന്നത്. ജോസ് കെ മാണി വന്നില്ലെങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ അടർത്തിയെടുക്കാനാണ് ആലോചന. ഇക്കാര്യത്തിൽ PJ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് മുഖവിലക്കെടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. എന്നാൽ കോൺഗ്രസ് നീക്കം പരസ്യമായതോടെ മുന്നണി മാറ്റം അജണ്ടയിലില്ലെന്ന് ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും പാർട്ടിയിൽ ആരും ഇക്കാര്യത്തെപ്പറ്റി ചർച്ച നടത്തിയിട്ടില്ലെന്നും പറഞ്ഞ ജോസ് കെ മാണി ഇടതുപക്ഷത്ത് ഹാപ്പിയാണെന്നും അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ UDF-ന്റെ വിജയം ജനങ്ങളുടെ വിജയമല്ല എന്നതിന് തെളിവാണ് മറ്റു ഘടകകക്ഷികളുടെ പുറമെ UDF പോകുന്നത് എന്നതാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്നത്. പാലായിൽ PJ ജോസഫും UDF-ഉം നടത്തിയ രാഷ്ട്രീയ വഞ്ചനയും മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയതും ഒരിക്കലും മറക്കില്ലെന്ന നിലപാടിലാണ് മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചിരിക്കുന്നത്. UDF-ൽ ഉണ്ടായിരുന്ന സമയത്ത് ജോസ് കെ മാണിക്ക് ഉറപ്പ് നൽകിയ 2 ചിഹ്നം നൽകാൻ പോലും കോൺഗ്രസിനായില്ലെന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം വാദവിഭജനം അനുകൂലമായ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് CPM നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഇടതുപക്ഷത്ത് നിന്ന് ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയും കൂടുമാറില്ലെന്ന് തന്നെയാണ് CPM നേതൃത്വം കരുതുന്നത്. ഇതോടൊപ്പം തന്നെ UDF-ൽ പിളർപ്പുണ്ടാക്കാനുള്ള നീക്കം CPM-ഉം നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേട്ടം കൊയ്താൽ ഈ ചിത്രമെല്ലാം മാറുമെന്ന് തന്നെയാണ് CPM കരുതുന്നത്. അങ്ങനെ സംഭവിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലീഗ് പിളർന്ന് അതിലെ പ്രബല വിഭാഗം മറ്റൊരു പാർട്ടിയായി ഇടതുപക്ഷത്ത് എത്തുമെന്നാണ് CPM നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം തിരിച്ചറിഞ്ഞാൽ ലീഗ് മാത്രമല്ല കോൺഗ്രസ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിളരുമെന്ന കണക്കുകൂട്ടലും CPM നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പിളർപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.